ഇന്ത്യ വിമാനാപകടത്തിൽ 2 DNA ഫലം കൂടി പുറത്തുവന്നു. ഇതോടെ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ എണ്ണം 210ആയി. 187 മൃതശരീരങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. 15 മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി കുടുംബാംഗങ്ങളിൽ നിന്ന് കൂടുതൽ സാമ്പിളുകൾക്കായി കാത്തിരിക്കുകയാണെന്ന് ഗുജറാത്ത് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ഋഷികേശ് പട്ടേൽ അറിയിച്ചു. അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനത്തിലുണ്ടായിരുന്ന 242 പേരിൽ 241 പേരും കൊല്ലപ്പെട്ടിരുന്നു. അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി. മരിച്ചവരിൽ 27 ബ്രിട്ടീഷ് പൗരന്മാരും 4 പോർച്ചുഗീസ് പൗരന്മാരും ഒരു കനേഡിയൻ പൗരനും ഉൾപ്പെട്ടിരുന്നു. ജൂൺ 12-ന് ലണ്ടനിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ ബോയിംഗ് ഡ്രീംലൈനർ 787 വിമാനമാണ് സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നത്. അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നു വീണത്. പ്രദേശവാസികളും വിമാനം വീണ് തകർന്ന മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളും അപകടത്തിൽ മരിച്ചത് ദുരന്തത്തിന്റെ ആഘാതം കൂട്ടി. വിമാനം എങ്ങനെയാണ് തകർന്നതെന്നത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ്. എയർ ഇന്ത്യ, ബോയിംഗ്, വ്യോമസേന മന്ത്രാലയം തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിന്റെ ഫലത്തിനായി കാത്തിരിക്കുകയാണ് രാജ്യം. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുന്നതോടുകൂടി വ്യക്തമായ ഒരു ചിത്രം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം അഹമ്മദാബാദ് വിമാന അപകടവുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് ക്ലെയിമുകളിൽ ആശയക്കുഴപ്പമുള്ളതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇൻഷുറൻസ് പോളിസി ഉടമകളും അവരുടെ നോമിനികളും ചില കുടുംബാംഗങ്ങളും അപകടത്തിൽ മരിച്ച കേസുകളിൽ ഇൻഷുറൻസ് വിതരണത്തിൽ ആശയക്കുഴപ്പമുള്ളതായാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇക്കാര്യത്തിൽ എന്ത് തുടർ നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് വ്യക്തതയില്ല. ദുരന്തമുണ്ടായതിനു പിന്നാലെ അപകടത്തിനിരയായവരുടെ വിശദാംശങ്ങൾ പരിശോധിച്ച് നഷ്ടപരിഹാരം നൽകണമെന്ന് ഇൻഷുറൻസ് കമ്പനികളോട് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ കാലതാമസം ഉണ്ടാകരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി.